കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപും പൾസർ സുനിയും തൃശ്ശൂരിലെ ഒരു ഹോട്ടൽ പാർക്കിങ്ങിൽ ഗൂഢാലോചന നടത്തിയെന്ന് തെളിയിക്കാൻ ഒരു കഷ്ണം പേപ്പർ പോലും അന്വേഷണ സംഘം ഹാജരാക്കിയിട്ടില്ലെന്നാണ് കോടതി പറയുന്നത്. കാറിൽ ഗൂഢാലോചന നടത്തിയെന്നാണ് അന്വേഷണ സംഘം പറഞ്ഞത്. എന്നാൽ പാർക്കിങ്ങിലെ വാഹന രജിസ്റ്ററിയും CCTV ദൃശ്യങ്ങളും മൊഴികൾ ഉൾപ്പെടെ ഒന്നുമില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് വിചാരണ കോടതി പറയുന്നു. എന്നാൽ ഈ അതിജീവിത പറയുന്നത് നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരല്ല എന്നാണ്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ അതിജീവിത എന്നതിന് പകരം സ്വന്തം പേര് വെച്ചെഴുതിയ പ്രതികരണത്തിലാണ് അതിജീവിത ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ വിഷ്ണു. ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് അതിജീവിത ഈ 7.5 വർഷം അവർ നേരിട്ട ബുദ്ധിമുട്ടുകൾ, അതോടൊപ്പം തന്നെ ഈ വിധിയുമായി ബന്ധപ്പെട്ടുള്ളവരുടെ പ്രതികരണമൊക്കെ പങ്കുവച്ചത്. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് എസ്കേൻ ഇപ്പോൾ പറഞ്ഞത്. നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരല്ല എന്ന് തനിക്ക് ഈ പോരാട്ടത്തിൽ മനസ്സിലായി എന്ന്. പക്ഷേ കോടതി ഈ വിഷയത്തിൽ വിഭിന്നമായൊരു നിലപാടാണ് എടുക്കുന്നത്. കോടതി ഒരു ഭാഗത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യർ എന്നാണ് വിചാരണ കോടതി ഉത്തരവിൽ പറയുന്നത്. സെലിബ്രിറ്റിയായ പ്രതിക്ക് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പ്രത്യേക പരിഗണന ഇല്ല എന്നും ഈ ജോയ്സ് പാലസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കോടതി നിരീക്ഷണങ്ങൾ നടത്തുന്ന ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജോയ്സ് പാലസിലെ ഈ പാർക്കിങ്ങിൽ നടന്ന ഈ ഗൂഢാലോചനയാണ് അന്വേഷണ സംഘം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി കൊണ്ടുവന്ന് കോടതിയിൽ കൊടുത്തത്. ദിലീപും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പൾസർ സുനിയും തമ്മിൽ അവിടുത്തെ പാർക്കിങ്ങിൽ ഒരു BMW കാറിനകത്ത് ഗൂഢാലോചന നടത്തി. അതിന് പിന്നാലെ 1 ലക്ഷം രൂപ പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് എത്തി എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പക്ഷേ കോടതി പറയുന്നത് ആ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ തെളിയിക്കുന്നതിന് ഒരു കഷ്ണം പേപ്പറിന്റെ തെളിവ് പോലും കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. അവിടുത്തെ രജിസ്ട്രി, CCTV ദൃശ്യം, മൊഴി, അങ്ങനെ ഒരു വസ്തുതാപരമായ കാര്യങ്ങളും കോടതിയിലേക്ക് എത്തിയിട്ടില്ല. ഈ 1 ലക്ഷം രൂപ പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് 2015-ലാണ്. ആ തുക എത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിച്ചമച്ചൊരു കഥ മാത്രമാണ് ഈ ഗൂഢാലോചന എന്ന അന്വേഷണ സംഘത്തിനെതിരെ കോടതി വ്യക്തമാക്കുകയാണ്. അതായത് ഈ അന്വേഷണ സംഘം കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന എല്ലാ തെളിവുകളും അത് സാധൂകരിക്കുന്നതിന് വേണ്ടിയുള്ള ശാസ്ത്രീയമായ തെളിവുകളൊന്നും, എല്ലാ കണ്ടെത്തലുകളും സാധൂകരിക്കുന്നതിനുള്ള ശാസ്ത്രീയമായ ഒരു തെളിവും കോടതിയിൽ ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏടാണ് ഇപ്പോൾ ഈ തൃശ്ശൂരിൽ ഹോട്ടലിൽ നടന്ന ഗൂഢാലോചന എന്ന് പറയുന്നത്. പക്ഷേ അതും പൊട്ടിത്തകരുന്ന കാഴ്ചയാണ് നമ്മൾ കോടതി വിധി പകർപ്പും അയക്കുമ്പോൾ മനസ്സിലാകുന്നത്. അത്തരത്തിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ നമുക്ക് പുറത്തുവിടാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.